വിജയകുമാർ, ഈ ഡൊമസ്റ്റിക് ടെർമിനലിനോട് ചേർന്ന് ഉള്ളൊരു ഭാഗമാണ്. അതായത് ഈ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ആ ഭാഗത്തേക്ക് സാധാരണഗതിയിൽ അങ്ങോട്ടേക്ക് എത്താറുണ്ട്. അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്തൊക്കെ കുട്ടികൾ ആ ഭാഗത്ത് എത്താറുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തായിരിക്കണം ഈ വേസ്റ്റ് പിറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങോട്ടേക്ക് എത്തിയത്. ഈ പൂന്തോട്ടമൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ ഈ നിയന്ത്രണ ബോർഡുകളോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള വിവരങ്ങളാണ് അതിനകത്ത് നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അവിടെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരു 2.5 അടി താഴ്ചയിൽ ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ വെള്ളത്തിൽ, മലിനജലം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആണ് കുട്ടി ഏകദേശം അരമണിക്കൂറോളം കിടന്നത്. അതിനുശേഷമാണ് കണ്ടെത്താനായത്. അപ്പോൾ സ്വാഭാവികമായും ശരീരത്തിലടക്കം അതിരികളൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എടുത്തുകൊണ്ട് പോകുന്ന ഘട്ടത്തിൽ അവിടെ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അതിനെ ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിലാണ് ജീവൻ നഷ്ടമാകുന്നത്. ഈ അരമണിക്കൂറുള്ളിൽ ആ വെള്ളത്തിന് അകത്ത് കിടന്നത് തന്നെയാണ് അപകട കാരണം അല്ലെങ്കിൽ മരണകാരണമായി നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. പോലീസ് അവിടെ എത്തി വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ CISFന്റെ നേതൃത്വത്തിലും പരിശോധന നടക്കും. ഇനി ഔദ്യോഗികമായൊരു എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു വിശദീകരണം നൽകേണ്ടത് സിയാലാണ്. സിയാലിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു വിശദീകരണം ഉണ്ടാകുകയും ചെയ്യും. ഒരു പക്ഷേ ഇവർ വിനോദസഞ്ചാരികളായി കേരളത്തിലേക്ക് എത്തിയതാകാം, കൊച്ചിയിലേക്ക് എത്തിയതാകാം എന്നാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി SP ഓഫീസിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം. വിശദമായ പരിശോധനകൾ, അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഈ കുട്ടി അമ്മക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പക്ഷേ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ ഈ കുട്ടിയെ അവിടെ നിന്ന് കാണാതാകുന്നു. അങ്ങനെ അമ്മ ആ ആളുകളോടൊക്കെ പറഞ്ഞ പരിസര പ്രദേശങ്ങളിൽ അന്വേഷണം നടത്തി. ഈ CISF ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. പക്ഷേ കുറെ നേരം പരിശോധന നടത്തി കാണാതായ ഘട്ടത്തിലാണ് കുട്ടിയുടെ ചെരുപ്പ് ഈ മാലിന്യ പിറ്റിന് സമീപത്ത് നിന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ ആ വെള്ളത്തിൽ ചില അനക്കം കണ്ടപ്പോഴാണ് പോലീസ് CISF ഒക്കെ അങ്ങോട്ടേക്ക് എത്തി അവിടെ പരിശോധന നടത്തി. അപ്പോഴാണ് ഈ കുട്ടിയെ ജീവനോടെ കിട്ടുന്നത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ, ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിൽ മരണം സംഭവിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മൃതദേഹം LF ആശുപത്രിയിലാണ് ഉള്ളത്. ബാക്കി കാര്യങ്ങൾ വിശദീകരണം അടക്കം സിയാലിന്റെ ഭാഗത്ത് ഉണ്ടാകും. അതിദാരുണമായ സംഭവമാണ്. 12:30 ഈ അപകടം ഉണ്ടായത്. വിജയകുമാർ, ഒരുപക്ഷെ വിമാനത്താവളത്തിൽ സമീപകാലത്തൊന്നും കെട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള, ഒരുപക്ഷെ സിയാലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു അപകടം നമ്മുടെ കെട്ടുകേൾവി അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് പോലും ചെയ്യാത്തൊരു കാര്യമാണ്. ആദ്യമായാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. അതിന്റെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക വിശദീകരണം ഇനി വരേണ്ടിയിരിക്കുന്നു. വിജയകുമാർ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. ദാരുണമായ സംഭവമാണ്. വളരെ വേദനാജനകമായ വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ മാലിന്യക്കുഴിയിൽ വീണാണ് കുഞ്ഞിന് 3 വയസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ടെർമിനലിന്റെ മുന്നിലുള്ള മാലിന്യ കുഴിയിൽ വീണാണ്. ആ പാർക്കിംഗ് ഏരിയയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് നേരത്തെ ഒരു ദൃക്സാക്ഷി പറഞ്ഞത്. മാലിന്യക്കുഴിക്ക് മൂടിയുണ്ടായിരുന്നില്ല. കുട്ടി മാലിന്യക്കുഴിയിൽ വീണത് ആരും അറിഞ്ഞതുമില്ല. അതാണ് ഈ വലിയ ദുരന്തത്തിന്, അപകടത്തിന് കാരണമായിരിക്കുന്നത്. റിധാൻ ജജു എന്ന കുട്ടിക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്ന മാലിന്യക്കുഴിയായിരുന്നു. അതിൽ ഈ കുട്ടി വീണു എന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല. ഏതാണ്ട് അരമണിക്കൂർ സമയം കുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയെ തിരയുകയായിരുന്നു. അതിന് ശേഷമാണ്, അരമണിക്കൂറിന് ശേഷമാണ് ഈ മാലിന്യക്കുഴിയിൽ കുട്ടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ അവിടെ ചെരുപ്പുകളൊക്കെ കണ്ടെത്തുന്നത്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. വളരെ പെട്ടെന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുന്നു. അബോധാവസ്ഥയിലാണ് കുട്ടിയെ മാലിന്യക്കുഴിയിൽ നിന്ന് പുറത്തെടുത്തത്. എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു ഔദ്യോഗിക വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സിയാലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി ഇവിടേക്ക് എത്തിയതാണ് ഈ കുടുംബം എന്നാണ് മനസ്സിലാക്കുന്നത്. രാജസ്ഥാൻ സ്വദേശികളാണ് ഇവർ. അതിലെ 3 വയസ്സുകാരനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അമ്മയ്ക്കൊപ്പം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ചില അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനം ഈ വിമാനത്താവളത്തോട് ചേർന്നുള്ള ഈ സ്ഥലത്ത്, വിമാനത്താവളത്തിനകത്ത് തന്നെ എന്ന് പറയാവുന്നയിടത്ത് ഇങ്ങനെയൊരു മാലിന്യക്കുഴി, അത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന സാഹചര്യം. ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച് എന്താണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമയത്ത്, വിഷ്ണു? കുട്ടിക്ക് അതിദാരുണമായ സംഭവമാണ് സിയാൽ എയർപോർട്ടിൽ സംഭവിച്ചത്. 12:30 അപകടം. കുട്ടി രാജസ്ഥാൻ സ്വദേശിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. ആ ഘട്ടത്തിൽ ഡൊമസ്റ്റിക്
എയർപോർട്ടിന്, അതായത് ഡൊമസ്റ്റിക്കിന്റെ സൈഡിലുള്ള ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. അതായത് ഈ പൂന്തോട്ടവും അതോടൊപ്പം മറ്റ് ഈ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് കുട്ടി എത്തി. അതിനിടയിലാണ് ഈ വേസ്റ്റ് പിറ്റ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് കുട്ടി വീണു എന്നാണ് ദൃക്സാക്ഷികൾ നിലവിൽ പറയുന്നത്. ആ കുട്ടി അമ്മയ്ക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ കുട്ടിയെ കാണാതായ ഘട്ടത്തിൽ അമ്മ ആ പ്രദേശം ഒന്നാകെ പരിശോധിച്ചിരുന്നു. അവിടെ CIF ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഒക്കെ ചേർന്ന്, ആ പ്രദേശത്തുണ്ടായിരുന്ന യാത്രക്കാരും ഒക്കെ ചേർന്ന് പരിശോധന നടത്തിയിരുന്നു. പക്ഷെ കുട്ടിയെ കണ്ടെത്താനായില്ല. അതിനിടയിലാണ് ഈ അമ്മ കുട്ടിയുടെ ചെരുപ്പ് ഈ വേസ്റ്റ് പിറ്റിന് സമീപം കണ്ടെത്തിയത്. ആ ഘട്ടത്തിലാണ് അവിടെ നിന്ന് ഒരു അനക്കം കേൾക്കുകയും ആ വെള്ളം കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ആ പിറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തത്. അതിനകത്തു നിന്നാണ് കുട്ടിയെ, ഏകദേശം 4.5 അടിയോളം താഴ്ചയുള്ള വേസ്റ്റ് പിറ്റിൽ നിന്നാണ് കുട്ടിയെ പുറത്തെടുക്കുന്നത്. പുറത്തെടുക്കുന്ന ഘട്ടത്തിൽ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിൽ അതിനുശേഷം അവിടെ നിന്ന് കുട്ടിയെ ആശുപത്രിയിലേക്ക്, LF ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. ഇവർ 12 മണിയോടുകൂടി ലാൻഡ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിമാനത്താവളത്തിലേക്ക് എത്തി. ഏകദേശം അരമണിക്കൂർ ഗ്യാപ്പിൽ, പുറത്തേക്ക് ഇറങ്ങുന്നതിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ നെടുമ്പാശ്ശേരി പോലീസ് അവിടെ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അപകടം സംഭവിച്ചതെന്നുള്ളതുമായി ബന്ധപ്പെട്ട് പരിശോധന. സിയാൽ പോലുള്ള പ്രദേശം നമുക്കറിയാം അതീവ സുരക്ഷാ മേഖല, അതീവ സുരക്ഷാ മേഖലയാണ് വിമാനത്താവളം എന്ന് പറയുമ്പോൾ. സ്വാഭാവികമായും നമുക്കറിയാം അവിടെ ഉണ്ടാവുന്ന സുരക്ഷാ നിരീക്ഷണം, CCTV നിരീക്ഷണം ഇതൊക്കെയുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ മാലിന്യക്കുഴിക്ക് മൂടിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതാണ് അപകടത്തിന് കാരണമായത്. ഏതാണ്ട് അരമണിക്കൂർ സമയം കുട്ടി, 3 വയസ്സുകാരൻ രാജസ്ഥാൻ സ്വദേശിയായ റിദാൻ ജജു എന്ന ആ കുട്ടി ഏതാണ്ട് അരമണിക്കൂറോളം ആ മാലിന്യക്കുഴിയിൽ അകപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് കുട്ടിയെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്.